വിധി ചിലപ്പോഴൊക്കെ വളരെ ക്രൂരമായാണ് പെരുമാറുക. ഒരു നിമിഷം മുൻപ് വരെ ചിരിച്ചുല്ലസിച്ച് നടന്നവരെ മരവിച്ച മൃതദേഹങ്ങളാക്കി മാറ്റാൻ അതിന് സെക്കൻഡുകൾ മതി. മലപ്പുറം പാങ്ങ് എന്ന ഗ്രാമത്തിന് ഇത് വെറുമൊരു അപകട വാർത്തയല്ല, അവരുടെ ആത്മാവിനേറ്റ മുറിവാണ്. പ്രിയപ്പെട്ട അധ്യാപകരും സുഹൃത്തുക്കളും അയൽവാസികളും ഒരുമിച്ച് വിട പറയുമ്പോൾ ഒരു നാട് മുഴുവൻ വിതുമ്പുകയാണ്. ഈ മഹാദുരന്തത്തിനിടയിലും ഏവരുടെയും നെഞ്ചുലയ്ക്കുന്നത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 11-കാരി മസ്നീന്റെ വാക്കുകളാണ്. ഉമ്മ അപ്പുറത്തുണ്ട്, ഡോക്ടർ നോക്കുകയാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് അവിടെയുള്ളവരോട് പൊള്ളാച്ചിയിലെ ആശുപത്രി കിടക്കയിൽ വെച്ച് മസ്നീൻ പറഞ്ഞത്. അധ്യാപികയായ ഷക്കീനയുടെ മകളാണ് മസ്നീൻ. തൻ്റെ ഉമ്മ ഇനി ഒരിക്കലും വരില്ലെന്ന സത്യം ആ കുരുന്നിനെ എങ്ങനെ അറിയിക്കുമെന്നോർത്ത് വിതുമ്പുകയാണ് ഉറ്റവരെല്ലാം. യാത്രക്കിടെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചതും വാൽപ്പാറയിലെ കാഴ്ചകൾ കണ്ടതും അവൾ ഓർത്തെടുക്കുന്നുണ്ട്. ഡ്രൈവർ ഉറക്കെ നിലവിളിച്ചതും വാൻ പറക്കുന്നതുപോലെ തോന്നിയതും മാത്രമാണ് അവളുടെ അവസാന ഓർമ്മ. പിന്നീട് കണ്ണു തുറക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. ഈ അപകടത്തിൽ നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു മുഖമാണ് മജീദ് മാഷിൻ്റേത്. ജന്മനാ കാഴ്ചപരിമിതിയുള്ള മജീദ് മാഷ് ലോകം കണ്ടിരുന്നത് തൻ്റെ പ്രിയതമ റുഖിയയിലൂടെയായിരുന്നു. റുഖിയ എപ്പോഴും ഒരു നിഴലായി മജീദ് മാഷിനൊപ്പം തന്നെയുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം മാഷിൻ്റെ കൈപിടിച്ച് നടന്ന റുഖിയ അന്ത്യയാത്രയിലും ആ കൈകൾ വിട്ടില്ല. മക്കളില്ലാത്ത വിഷമം മാഷ് മാറ്റിവെച്ചത് തൻ്റെ സ്കൂളിലെ കുരുന്നുകൾക്ക് വേണ്ടിയായിരുന്നു. പാട്ടുപാടിയും കഥകൾ പറഞ്ഞും മാഷ് കുട്ടികളുടെ പ്രിയപ്പെട്ടവനായി. സ്കൂളിലെ കലോത്സവമായാലും വിനോദയാത്രയായാലും മുന്നിൽ നിൽക്കാൻ മാഷിന് തൻ്റെ വൈകല്യം ഒരു തടസ്സമായിരുന്നില്ല. ഒപ്പം നിഴലായി റുഖിയുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയവുമുണ്ടായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട് പണിത പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വെറും 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പുതിയ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഇനിയുള്ള കാലം സമാധാനമായി കഴിയാമെന്ന് കരുതിയ ഇരുവരെയും മരണം ഒരുമിച്ച് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. മരണത്തിന് പോലും അവരെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം 5:20 കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുകയായിരുന്നു ആ 13 പേരും. പാട്ടുപാടിയും ചിരിച്ചു വന്നിരുന്ന ആ വാഹനം 13-ാം വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടു. പലവട്ടം മലക്കമറിഞ്ഞ് 9-ാം വളവിലെ റോഡിൽ വന്ന് പതിക്കുകയായിരുന്നു. ഷക്കീനയും മജീദ് മാഷും റുഖിയയും അടക്കം 9 ജീവനുകൾ അവിടെ പൊലിഞ്ഞു. ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് ഉൾപ്പെടെയുള്ളവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിടുകയാണ്. യാത്രകൾ എപ്പോഴും സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ചില യാത്രകൾ ഇങ്ങനെയാണ്. തിരിച്ചുവരവില്ലാത്ത ദൂരങ്ങളിലേക്ക് അവ നമ്മെ കൊണ്ടുപോകും. മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീറുന്ന കുടുംബങ്ങൾക്ക് ഈ വേദന താങ്ങാൻ ദൈവം തുണയാകട്ടെ.